കെട്ടുകഥ, കസേരകളി, കഥകളി. PSC കോഴ വിവാദം പുതിയ തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 22 ലക്ഷം രൂപ കോഴ വാങ്ങിയ സഖാവ് പ്രമോദ് കോട്ടുള്ളിയെ പുറത്താക്കി പാർട്ടി ഏതാണ്ടൊക്കെ കാര്യങ്ങൾ കോംപ്ലിമെൻ്റ് ആക്കിയിരിക്കുന്നു. പക്ഷേ തന്നെ പുറത്താക്കിയതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന പേരിൽ പാർട്ടിക്കെതിരെ ചാട്ടുളിയാവാനാണ് കോട്ടുള്ളിയുടെ തീരുമാനം. പ്രതിപക്ഷമൊക്കെ പറയുന്നത് പോലെ PSC അംഗമാകാൻ കോഴ എന്നൊരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ് മോഹനൻ മാഷൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ കോട്ടുള്ളിയെ പുറത്താക്കിയത് എന്തിനായിരിക്കും? അതായത് ഇത്രയും വലിയ പൈസ ഏതെങ്കിലും ഒരാളോട് വാങ്ങിക്കാനോ ഏതെങ്കിലും ഒരാളോട് പോയി വാങ്ങാനോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സംസാരം നടത്തിയതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ ഭീഷണിപ്പെടുത്തിയതായിട്ടോ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അതെന്നെ ബോധ്യപ്പെടുത്തണം. ഏതെങ്കിലും വിധത്തിൽ PSCയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും പരാതിയും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. നിന്റെ ജാമത്തിലൊരു കാര്യം വരൂടാ. ഞാൻ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നാണ് ഈ പത്രങ്ങളിൽ വരുന്ന വാർത്ത. അതായത് എന്നോട് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യം. ഞാൻ ഈ കോഴിക്കോട് നഗരത്തിൽ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയതായിട്ട് ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്നവർ പറയട്ടെ. ഇപ്പോൾ ഞാൻ ഈ ആരോപണത്തിന് ഞാൻ മാത്രമാണ്, ഞാൻ എന്താണ്, വെറും പ്രമോദാണ്. എനിക്ക് എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പാർട്ടി അച്ചടക്കത്തിനും നിരക്കാത്തതായ കാര്യങ്ങൾ പ്രമോദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു. പാർട്ടി ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി KV പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇവരെ ഞാൻ കൊല്ലാതെ വിടുന്നതേ ഞാൻ ജയിലിൽ പോകുന്നു മേടിച്ചിട്ടല്ല, ഒരു ദിവസമെങ്കിലും ജോലിക്കാരനായിരിക്കുന്ന ഒറ്റ ആഗ്രഹം കൊണ്ടാ. കോഴ എന്നൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു സഖാവിന് നിരക്കാത്ത കാര്യങ്ങൾ സഖാവ് എന്ന് കരുതുന്ന പ്രമോദ് സഖാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് പാർട്ടി പറയുന്നത്. കോഴ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്ക് കൊടുത്തു, ആര് കൊടുത്തു, എപ്പോൾ കൊടുത്തു, എവിടെ വെച്ച് കൊടുത്തു എന്ന ചോദ്യങ്ങൾ ഉയർത്തുകയാണ് പ്രമോദ്. PSCയുമായിട്ട് ബന്ധപ്പെട്ട കോഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മൊത്തം ചോദ്യങ്ങളാണ്. അതായത് എന്നെ ഇതിനകത്ത് കൊണ്ടുപോയി ഗൂഢാലോചന നടത്തിയത് ആരൊക്കെയാണ്? ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. ഈ 22 ലക്ഷം രൂപ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ്, ആർക്കാണ് കൊടുത്തത്, എപ്പോഴാണ്, എന്നാണ്, അങ്ങനെയുള്ള വിവരം എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം. ഇന്നലെ വൈകുന്നേരം വന്ന് ഉറപ്പിച്ചിട്ട് പോയതാ. അമ്മ വരുമ്പോ ഇങ്ങനെയൊക്കെ പറയണമെന്ന്. ഏതായാലും ആള് മഹാവില്ലനാ. നിങ്ങൾ ഇന്നയാളെ പറഞ്ഞയച്ചു, അവിടെ പൈസ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അയാൾ എന്നോട് പറയണം. എൻ്റെ അമ്മയും എൻ്റെ മകനും എൻ്റെ കൂടെ ഉണ്ടാകും. നിങ്ങളെല്ലാം എല്ലാ സമൂഹത്തിനോടും പറയണം. എൻ്റെ സ്നേഹിതന്മാർ, എൻ്റെ നാട്ടുകാർ, എന്നെ വിശ്വസിച്ചവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ നിങ്ങൾ പറയണം. ഈ ചോദ്യം ഒരു സാധാരണ മനുഷ്യൻ്റെ ചോദ്യമാണ്. ഞാനിവിടെ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയോട് കച്ചവടം നടത്തിയെന്നോ അല്ലെങ്കിൽ അവിഹിതമായിട്ട് എന്തെങ്കിലും സമ്പാദിച്ചെന്നോ എന്തെങ്കിലും ഒന്ന് തെളിവ് സഹിതം പറയണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ എന്താണ് എൻ്റെ അമ്മയോട് നിങ്ങൾ പറയണം. ഇതാണ് എൻ്റെ ആവശ്യം. എത്ര വർഷമായാലും നീ കള്ളപ്പണിയിൽ ചെയ്യണത്? കള്ളൻ എന്നും കള്ളൻ തന്നെയാടാ. ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു 5 ദിവസമായില്ലേ, 5 ദിവസം മുതൽ 22 ലക്ഷം കോഴ വാങ്ങി പ്രമോദ് കോട്ടുള്ളി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കോഴ ആരോപണമുണ്ടോ ഇല്ലയോ അറിയാതെ, കൃത്യമായ തെളിവുകളില്ലാതെ ഒരു മനുഷ്യനെ ഈ ചാനലുകൾക്കകത്തിട്ട്, വാർത്തകൾക്കകത്തിട്ട്, ഫേസ്ബുക്കിലും എല്ലാത്തിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നല്ലവരുടെ ഇടയിൽ ഒരു ചീത്തയാൾ വന്നാൽ ചീത്തയാൾ നല്ലവനാകുകയല്ല ചെയ്യുന്നത്, നല്ലവരും കൂടി ചീത്തയാകുകയാണ് ചെയ്യുന്നത്. ഈ പാലിൽ പാഷാണം കലക്കുന്നത് പോലെ. ഏതെങ്കിലും ഒരാൾ ഇന്ന പൈസ കൊടുത്തു എന്ന് പറയണ്ടേ, ഇന്നയാളോട് വാങ്ങിച്ചു എന്ന് പറയണ്ടേ? അങ്ങനെ ഒരു അഭിപ്രായം പറയാതെ, അങ്ങനെ ഒരു കാര്യം ഉയരാതെ എന്തില്ല, ഈ പറഞ്ഞ കാര്യമില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏത് അന്വേഷണത്തിലും എങ്ങനെയും, ഇന്നിപ്പോൾ പെട്ടെന്നാണെങ്കിൽ ഒരു വിവരം വന്നത്, ഇതിൻ്റെ ഭാഗമായിട്ട് നിയമപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരാതികളും നാളെയും മറ്റന്നാളുമായിട്ട് ഞാൻ കൊടുക്കുന്നതാണ്. എനിക്കിനി എന്താണ്, ഞാനൊരു മകൻ മാത്രമാണ്, ഒരു അച്ഛനാണ്, ഒരു ഭർത്താവാണ്, എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ സ്നേഹിതനും സുഹൃത്തുമാണ്. അതുകൊണ്ട് എനിക്ക് എന്തില്ല, ഒന്നും മറച്ചു വെക്കാനില്ല. ഇത്രയും വലിയ രഹസ്യം സൂക്ഷിക്കാനുള്ള കൽപ്പിരിക്കില്ല എന്റെ പ്രേമ. ഭാര്യയോടൊന്നല്ല, ഒരാളോട് പോലും പറയരുത്. ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യനെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചോ അവരുടെ എല്ലാം പേര് ഞാൻ പറയും. അതിൻ്റെ ഭാഗമായി മുഹമ്മദ് റിയാസിനെ, മന്ത്രി, പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗമായ മുഹമ്മദ് റിയാസിനെയും അതുവഴി പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും എല്ലാം ഒന്ന് കരിവാരി തേക്കാം എന്നുദ്ദേശിക്കുന്ന കുറച്ച് മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയ എതിരാളികളൊക്കെ ഉണ്ടാവും. അതൊന്നും നടക്കില്ല. അതിനെയൊക്കെ ശക്തമായി ഞങ്ങൾ പ്രതിരോധിക്കും. മാത്രമല്ല, കൂട്ടത്തിൽ ഞാൻ പറയാം,
ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ചൊരു അറിവുമില്ല. തെറ്റായ പ്രവണതകൾ അത് ഒരു കാരണവശാലും ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ഭാഗത്തും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഏതെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങൾ കർശനമായ നിലപാട് എല്ലാ കാലത്തും അതിനോട് സ്വീകരിച്ചിട്ടുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പഴയ കാലത്തും പാർട്ടിയുടെ നിലപാട് അതാണ്, ഇപ്പോഴും അതാണ്, നാളെയും അതാണ് പാർട്ടിയുടെ നിലപാട്.